അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊരു ബോധം നൽകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ. സാമ്പത്തിക ബാധ്യത മൂലം മറ്റുള്ളവരിൽ നിന്ന് അപമാനം സഹിക്കേണ്ടി വരിക, കൂട്ടുകാരിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ടി വരിക, അതേപോലെ ഉറക്കമില്ലാത്ത കാളരാത്രികൾ, എപ്പോഴും ടെൻഷന്, പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഞാൻ അത്തരമൊരവസ്ഥയിലൂടെ കടന്നു വന്ന ആളാണ്. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ജീവിതത്തിൽ പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. അത് ഇത്തരം ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന രീതിയിൽ ഷെയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തവരോ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ വീഡിയോ കാണുന്നില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ്. അതേസമയം എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകളിൽപ്പെട്ട് ഉറക്കമില്ലാത്ത കാളരാത്രികൾ, ഉറങ്ങാൻ കഴിയാതെ എപ്പോഴും ടെൻഷൻ അടിച്ച് വിഷമിച്ച് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും. ഇത്തരം ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എത്രത്തോളം ലെങ്തി ആവുന്നോ അല്ലെങ്കിൽ എത്ര എപ്പിസോഡ് ചെയ്യണമെന്നോ എനിക്കറിയില്ല. ഇതതിൻ്റെ ഒരു ആദ്യ ഭാഗമാണ്. ഈ കടത്തിൽ മുങ്ങിയ ആൾക്കാരെന്ന് പറയാം നമ്മൾ, അവർ യഥാർത്ഥത്തിൽ അവരതിൽ ഉത്തരവാദികളെല്ലാവരും ഒരു കടത്തിൽ മുങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രയാസത്തിൽ പെടാൻ വേണ്ടിയിട്ടോ ആരും ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ബാധ്യതകൾ കൂടിയിട്ട് വന്നിട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ അറിയാതെ ബിസിനസ് എന്ന പേരിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി, ആദ്യം സ്വന്തം ചെറിയ രീതിയിലുള്ള പണമൊക്കെ ഇറക്കി, പിന്നെ മറ്റുള്ളവരുടെ പണം കൊണ്ട് ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ എൻ്റെ വീഡിയോകളിൽ ഞാൻ ഇൻഷാ അല്ലാഹ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഈ കടബാധ്യതകളുള്ള ആൾക്കാർ മിക്കവാറും അവരൊരു കുഴിയിലാണ് ഉണ്ടാവുക. അവരുടെ ബാധ്യതകളുടെ തോതനുസരിച്ച് ആ കുഴിയുടെ ആഴവും വ്യാപ്തിയും കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അവർക്ക് ഇടപെടാൻ കഴിയില്ല. അവരൊരു അകന്ന് ജീവിക്കുക എന്ന രീതിയാണ് മിക്കവാറും ആളുകൾ സ്വീകരിച്ചു വരിക. അത് ഈ ബാധ്യതകൾ പെട്ടതുകൊണ്ട് തന്നെ കൂട്ടുകാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒക്കെ പലപ്പോഴും പല കുത്തുവാക്കുകളും അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവും. മാത്രമല്ല, അവർ ഈ പെരുന്നാളോ ഓണോ ക്രിസ്മസോ ഒന്നും അവർ കാണൂല. കാരണം അവരിപ്പോഴും ആ കുഴിയിലാണുള്ളത്. അവർ ഈ സമൂഹത്തോട് ഒത്തുചേർന്ന് വരണം എന്നുണ്ടെങ്കിൽ അവരാദ്യം ആ കുഴിയിൽ നിന്ന് അവർ സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവരവരെ പൊക്കിക്കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കുഴി മണ്ണിട്ട് നികത്തിയെങ്കിലാണ് അവർ ഭൂപരപ്പിലേക്ക് എത്തുള്ളൂ. അതിന് ധാരാളം സമ്പത്ത് വേണ്ടി വരും. അവരുടെ ബാധ്യതകളുടെ തോതനുസരിച്ചുള്ള സമ്പത്ത് വേണം. നമ്മളതിന് മണ്ണ് എന്ന് പറയാം. അപ്പം ഈ മണ്ണിട്ടിട്ട് കുഴി അടക്കണം, എങ്കിലേ പിന്നെ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഈ മണ്ണ് എത്ര വേഗത്തിൽ മണ്ണ് നിറച്ചിട്ട് ആ കുഴി അടക്കാൻ കഴിയുന്നു, അത്രയും വേഗത്തിൽ അയാൾക്ക് ആ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇതിന് 3 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, അതിൻ്റെ കൂടെ മനസ്സിലാക്കാനുള്ളത്, ഒരാള് എത്ര ബാധ്യതയിൽ പെടാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുത്തോ, ഒന്നുകിൽ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാളും സമയം അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ആദ്യം ഒരു ദൃഢനിശ്ചയം എടുക്കണം, ഇതിൽ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് എത്ര കാലം കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ബാധ്യതയിൽ എത്തിപ്പെട്ടത് എന്ന് ചിന്തിക്കുക. അങ്ങനെ അപ്പം അത്ര സമയം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം ഇനി അത് തിരിച്ചടക്കാൻ അല്ലെങ്കിൽ ഈ മണ്ണിട്ട് നികത്താൻ ആവശ്യമായി വരും. അപ്പം അത് എത്രയും വേഗത്തിലാക്കാനുള്ള ചില വിദ്യകളുണ്ട്. അതായത് ഒന്നുകിൽ നമ്മൾ ഈ മണ്ണിടുന്ന ഈ ദൈർഘ്യം കുറക്കണം. പെട്ടെന്ന് മണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം വരുത്താനുള്ള വഴികൾ ഉണ്ടാക്കണം. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരാൾ ബാധ്യതയിലാകപ്പെട്ട് കഴിഞ്ഞ പിന്നെ അയാൾക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ പിന്നീടൊരു ബിസിനസ് ചെയ്യാനൊന്നും പറ്റില്ല. സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വരുമാനം എന്ന് പറയുന്ന മണ്ണ് അയാൾക്ക് കിട്ടണം, എങ്കിലേ ഈ കുഴി നികത്താൻ കഴിയുള്ളൂ. അപ്പം ഈ മണ്ണ് കിട്ടാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കുഴി അടക്കാനുള്ള മാർഗം ഒന്നുകിൽ
ഈ മണ്ണിടേണ്ടുന്ന ഒരു സമയത്തായിരിക്കും, മാസത്തിൽ ഒരു തവണ ഇടുന്നത് 2 3 തവണ ഇടാനുള്ള ശ്രമം നടത്തുക. അതേപോലെ മണ്ണിൻ്റെ മൺകൊട്ട അതിൻ്റെ വലിപ്പം കൂട്ടുക. അതാണ് രണ്ടാമത് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ രണ്ടാമതൊരു മാർഗമുള്ളത് അഥവാ വരുമാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ മാർഗം ഈ കൊട്ടകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ സാമ്പത്തിക ബാധ്യതയാകുന്ന കുഴിയിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ മണ്ണിട്ട് നിറക്കണം, അഥവാ വരുമാനം കൊണ്ട് നമ്മുടെ ആ കുഴികൾ അടച്ചുകൊണ്ടിരിക്കണം. അപ്പം അത് വേഗത്തിലാകുന്നതിന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, മൺകൊട്ടകൾക്കിടയിലുള്ള ദൈർഘ്യം കുറക്കുക. 2, മൺകൊട്ടയുടെ വലിപ്പം കൂട്ടുക. 3, കൂടുതൽ മൺകൊട്ടകൾ ഒരേ സമയത്ത് മണ്ണ് കൊണ്ടുവന്നിട്ട് നമ്മുടെ കുഴി അടക്കാൻ ശ്രമിക്കുക. അഥവാ ഒന്നുകിൽ പെട്ടെന്ന് വരുമാനം കിട്ടുന്ന രീതിയിൽ ചിന്തിക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ദൈർഘ്യങ്ങൾ കുറക്കുക, ഒരു മാസത്തിൽ കൂടുതൽ തവണ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറുക. മൂന്നാമത്തത് മൺകൊട്ടകളുടെ എന്നുവെച്ചാൽ വരുമാനങ്ങളുടെ സോഴ്സുകൾ വർദ്ധിപ്പിക്കുക. 3 ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. അപ്പം ഇങ്ങനെ ക്രിയാത്മകമായി ചിന്തിച്ച് നമ്മുടെ എങ്ങനെ ബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാം, അല്ലെങ്കിൽ അത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് കുറച്ചൊക്കെ പഠിക്കാം എന്നുള്ളതാണ് തുടർന്നുള്ള വീഡിയോകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.